ഇപ്പൊ ഈ നമ്മുടെ പത്രോസും ബാക്കിയുള്ള 6 പേർക്കും ആ പ്രശ്നം അവർ ഈ കടലിന്റെ തീരത്ത് വന്നിരിക്കുന്ന സുവിശേഷം പറയാനല്ല, മനുഷ്യരെ പിടിക്കാനുമല്ല. പത്രോസിന്റെ വീട്ടിൽ തീ പോഞ്ഞിട്ട് കുറച്ച് ദിവസമായി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, സത്യമാണ്, അത് മനസ്സിലായി. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടക്കൂല. നേരത്തെ കുഴപ്പമില്ലായിരുന്നു, കാരണം ഈ പോയി ഇറങ്ങി വരുമ്പോൾ പിന്നെ 12 കൊട്ടയും 7 വട്ടിയും ഒക്കെ കിട്ടുമ്പോൾ അതിനൊരു വീതം വീട്ടിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത്ഭുതമില്ല, അടയാളങ്ങളില്ല, ആഹാരത്തിന്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നമായിട്ടിരിക്കുക. അപ്പോൾ എന്താ ചെയ്യണ്ടേ? എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യ. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ കണ്ടതുവാ. അപ്പൊ കർത്താവിനെ വിട്ടവർക്ക് പോകാൻ പറ്റൂ? അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക. പത്രോസിന്റെ മുഖത്തേക്കാണ് ഇവരെല്ലാം നോക്കിയിരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ചൊല്ലുണ്ട്, ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യനെന്ന്. അതായത് ആശാന് 1 പിഴയ്ക്കാൻ നോക്കിയിരിക്കുക ശിഷ്യന്മാർ. കാരണം അവർക്ക് 51 പിഴയ്ക്കാമല്ലോ. മലയാളത്തിലെ അക്ഷരങ്ങളുടെ കണക്കിലാണ് പറഞ്ഞത്. 51 അക്ഷരം ഉണ്ടെന്നുള്ള കണക്കിട്ടില്ല, ആ ഒരു കണക്കിലാണ്. പിന്നെ കൂട്ടക്ഷരങ്ങളിലെ കുറച്ചൊക്കെ മാറ്റിയിട്ട് 51 അക്ഷരമായിട്ട് അത് ഒതുക്കിയിട്ടുണ്ട്. അപ്പം അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ആശാൻ ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ പിന്നെ ശിഷ്യന്മാർക്ക് മൊത്തത്തിൽ തെറ്റും. അപ്പൊ തിരിച്ചു പറഞ്ഞാൽ ശിഷ്യന്മാർ കാത്തിരിക്കുന്ന ആശാന് തെറ്റാണ്. നിനക്ക് തെറ്റിയാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാം തെറ്റും, പിന്നെ ഞങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റിനെ നീ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത് അർത്ഥം. അപ്പൊ പത്രോസ് എന്താ പറയുന്നതെന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസ് അവസാനം തീരുമാനം പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകും. എന്തിനാ മീൻ പിടിക്കുന്നത്? തമാശയ്ക്ക് പിടിക്കാൻ പോകും അല്ല. മീൻ പിടിക്കുന്ന വെച്ചാൽ വീട്ടിൽ ആഹാരം ഉണ്ടാവും, മീൻ കറി വെക്കാം, മീൻ വറക്കാം. 2 അധികപ്പെട്ട് കിട്ടിയാൽ അത് വിൽക്കാം, പൈസ കിട്ടും. അപ്പൊ ഒരു പ്രശ്നം, കഴിഞ്ഞ 3.5 കൊല്ലം ഈ പരിപാടി ഇല്ലായിരുന്നല്ലോ. അതില്ലായിരുന്നു. എന്തുകൊണ്ടാ ഇല്ലാന്നേ? അത് കർത്താവ് ഞങ്ങളെ വിളിച്ചു. കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ മനസ്സിലായി, കടലിലെ മീനെല്ലാം ഒരുമിച്ച് പടകിലോട്ട് വന്നപ്പോൾ മനസ്സിലായി, ഇനി മീൻ പിടിച്ചിട്ടുണ്ട് കാര്യമില്ല, അതിനേക്കാളും വലിയൊരുവനാ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ പാപങ്ങൾ ഓർക്കുക. പത്രോസ് ആദ്യം, ഞാൻ പാപിയായ ഒരു മനുഷ്യനായതുകൊണ്ട് എന്നെ വിട്ടുപോകണമെന്ന് ആദ്യം കർത്താവിനോട് പറയുന്നത്. കാരണം ആ സംഭ്രമം, കാരണം താന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോൾ കർത്താവ് പറഞ്ഞ സ്ഥലത്ത് മീൻ പിന്നെ വലയിറക്കുന്നതായ സന്ദർഭത്തിൽ പടകം നിറയുക, മാത്രമല്ല അടുത്ത പടകം നിറയ്ക്കുക. അത്രയും കണ്ടപ്പോഴത്തേക്ക് സംഭ്രമം പിടിച്ചിട്ട് കർത്താവിന്റെ കാലിൽ വീണിട്ട് പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടുപോകാനാ പറയുന്നത്. എന്തോ പറയുന്നതെന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടും. പക്ഷേ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്ന ആക്കുമെന്ന് പറഞ്ഞപ്പോൾ പടകും വള്ളവും വലയും ഇദ്ദേഹം മാത്രമല്ല, അവരൊക്കെ അങ്ങനെ എല്ലാം കളഞ്ഞേച്ചിറങ്ങിയത്. പക്ഷെ ഇപ്പോ ജീവസന്ധാരണത്തിന്, ദൈനംദിന ചെലവുകൾക്ക്, കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് അവർക്ക് ധനമില്ലാതെ, പണമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ, ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അവര് സുവിശേഷ പ്രചരണമെന്നും മനുഷ്യരെ പിടിക്കുന്നുള്ള ദൗത്യം ഒന്ന് മാറ്റിവെക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അത് ദൈവത്തോടുള്ള നിഷേധമായി തീരത്തില്ലയോ എന്നുള്ള ചിന്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കടലിന്റെ തീരത്ത് വന്നിരിക്കുന്നെങ്കിലും കടലിലോട്ട് ഇറങ്ങാനുള്ള ധൈര്യമില്ലാതെ അവരെ പുറകോട്ട് മാറി. പക്ഷേ ഇപ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നുള്ളത് എത്തി. പക്ഷെ ആര് പറയും? പൂച്ചയ്ക്ക് ആര് മണി കെട്ടു എന്ന് പറയുന്ന പോലെ ആരിത് പറയും? ഈ ദൈവസേനയിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ആളുകൾ എന്നൊക്കെ കുറെ പേരെ നമ്മൾ കുറ്റപ്പെടുത്തും. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്മാറിപ്പോകുന്നു. അവർ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ലാന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടാവും, അതിനടുത്ത് പറയുന്നു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവസേനയിൽ നിന്നാകുന്നവൻ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എപ്പോഴും മനുഷ്യന് ദൈവത്തോട് ചേർന്ന് നിൽക്കാനൊന്നും അത്ര എളുപ്പമായിട്ട് പറ്റാറില്ല. ചില പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ഒരു കൈത്താങ്ങൽ അവർ ആഗ്രഹിക്കും, ഒരു സഹകരണം അവർ ആഗ്രഹിക്കും. ചിലപ്പോൾ സഭയിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ദൈവമക്കളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വേലക്കാരിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ദൈവിക താല്പര്യമുള്ളവരിൽ നിന്നായിരിക്കാം. ചില സന്ദർഭത്തിൽ എല്ലാവരും മാറിപ്പോകും. പാട്ടൊക്കെ പാടാൻ പറ്റും, കൂട്ടുകാർ കൈവിടും, പെറ്റമ്മ പോലും തള്ളിടും, ഇതൊക്കെ പാടാൻ പറ്റും. പക്ഷെ പാടാനൊക്കെ പറ്റുമ്പോൾ ജീവിതം വല്ലാതെ തകരുമ്പോൾ ചില സന്ദർഭത്തിൽ ആളുകൾ ഈ കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു പോയി നോക്കേണ്ടി വരും. അത് കർത്താവ് പറയുന്നതിന് എതിരൊന്നുമല്ല. പക്ഷെ കർത്താവിനെ പറ്റി ഒരു കാര്യം ഓർക്കണം, മനുഷ്യന്റെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതൻ. ഇവിടെ നമ്മൾ അതാ കാണുന്നത്. ഇവരെല്ലാം കൂടെ ഈ 7 പേരൂടെ മീൻ പിടിക്കാൻ പോയി. ബാക്കി 4 പേര് എവിടാന്ന് അറിയത്തില്ല. ഈ 4 ആളുകൾ എവിടെ പോയിരിക്കുമെന്ന് അറിയത്തില്ല.
അവർ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുമായിരിക്കും. അവർ മീൻ പിടിക്കാനല്ലെങ്കിൽ അവർ വേറെ എന്തൊക്കെ പിടിക്കാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും തൊഴിലിന് പോയതായിരിക്കും. എന്തായാലും അവരിപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ പോലുമില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മൊത്തം ചെതറിപ്പോവുക, പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോവുക. നമ്മളെ ആളുകളെ കുറ്റപ്പെടുത്തും, അങ്ങനെ ചെയ്തു, ആ സമയത്ത് നിന്നില്ല, ഉറച്ചു നിന്നില്ല. ഈ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് സഹോദരങ്ങളെ, ജീവിതത്തിൽ അതൊരു പാടാണ്. ഉറച്ചു നിൽക്കണമെങ്കിൽ ചില സന്ദർഭത്തിൽ ഉറപ്പിക്കാൻ ചിലർ വേണം. പത്രോസ് അത് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ പോലെ അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായ ഒരു മനുഷ്യന് പത്രോസ് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയുമ്പോൾ തന്നെ അവന് എഴുന്നേൽക്കാൻ അവന് പറ്റും. പക്ഷേ പത്രോസ് കൈ നീട്ടി അവനെ പിടിച്ചു, കരം നീട്ടി അവനെ പിടിച്ചാണ് എഴുന്നേൽപ്പിക്കുന്നത്. നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. കരം നീട്ടിയിട്ടുണ്ട് പത്രോസ്. എൻ്റെ അർത്ഥം എന്താ? പത്രോസ് ഇത് അനുഭവിച്ചതാ. ചില സന്ദർഭത്തിൽ ചിലരുടെ കരമൊക്കെ ഒന്ന് നീട്ടണം. ആ നീട്ടിയാലേ ഇതുവരെ നടക്കാത്തവന് നടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവന് പറ്റും, യേശുവിൻ്റെ നാമം പറയുമ്പോൾ നടക്കും. പക്ഷേ അറിഞ്ഞവന് ഒരു കൈ ഒന്ന് നീട്ടി കൊടുക്കണം. ഞാനൊന്ന് കുഴഞ്ഞതാ, നീ കുഴയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ ഒന്ന് നീട്ടുന്നു എന്നൊന്ന് പറയുന്നത്. അന്ന് കരം നീട്ടി പണസഞ്ചി ഒന്ന് തുറന്നാൽ, അതേ അക്കൗണ്ടൊക്കെ ഒന്ന് തുറന്നാൽ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. നഷ്ടമൊന്നും പറ്റില്ല. എനിക്കാണെങ്കിൽ ഒത്തിരി കടവും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ചില സന്ദർഭത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ഇങ്ങനെ മെസ്സേജസ് വരും, എന്നെ ഒന്ന് സഹായിക്കാമോ, പണിയില്ല, തൊഴിലില്ല. ഞാൻ ആദ്യം ആലോചിക്കും, ഞാൻ എത്ര രൂപ അടയ്ക്കാനുണ്ട്, എനിക്ക് എന്തെല്ലാം ബാധ്യതകളുണ്ട്. പക്ഷെ ആ നിമിഷത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കും, കർത്താവ് എനിക്ക് തരുവാണെങ്കിൽ ഞാൻ കൊടുക്കാം. അടുത്ത ദിവസത്തിൽ കർത്താവ് പറയും, നീ അത്രയ്ക്ക് പട്ടിണി കിടക്കുമെന്ന്, നിനക്ക് അടയ്ക്കേണ്ട എന്നാ, നിനക്കത് ഇത്രാം തീയതി അടയ്ക്കണ്ടേ. ഇന്നിപ്പോൾ ആ വ്യക്തിക്ക് വളരെ കൊച്ചൊരു തുകയല്ലേ ചോദിച്ച് കൊടുത്തുകൂടെ? മനസ്സിൽ ഇങ്ങനെയുള്ള നിൽക്കും. പിന്നെ ഞാൻ നോക്കാറില്ല, എടുത്തു കൊടുക്കും. കാരണം എനിക്ക് പറ്റാറില്ല. ഞാൻ ഒരു വലിയ വിശുദ്ധനും പരിശുദ്ധനും വലിയ ആളുകൾക്ക് എന്നെ സഹായിക്കുന്ന ആളൊന്നും ഞാൻ പറയില്ല. അതൊക്കെ ദൈവം വിലയിരുത്തട്ടെ, എനിക്കങ്ങനെ അഭിമാനിക്കാനൊന്നുമില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്തോട് ആ ഭാരം വന്നാൽ പിന്നെ ഞാൻ ആ ഭാരത്തിന് പരിഹാരം എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തേ പറ്റും. ലക്ഷങ്ങളും പതിനായിരങ്ങളും ആയിരങ്ങളും ഒന്നും ആയിരിക്കും, ചെറിയ ചെറിയ തുകകളായിരിക്കാം, ചിലപ്പോൾ കൂടിയ തുകയായിരിക്കും. അത് എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. എനിക്ക് സന്തോഷത്തോടെ, കർത്താവേ എനിക്ക് കിട്ടി, എന്നൊക്കെ കൊടുക്കാൻ പോകും. അല്ലെങ്കിൽ കർത്താവേ എനിക്ക് ഇത്ര രൂപ തരാമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ഒരു വഴി തുറക്കാമെങ്കിൽ ഇപ്പം തന്നെ കൊടുക്കും. ഞാൻ അങ്ങനെ എന്നോട് പറയാറുണ്ട്. തീരുന്ന വൃത്തിയില്ലാത്ത സന്ദർഭത്തിൽ പറയാറുണ്ട്, സഹോദര അല്ലെ സഹോദരി പ്രാർത്ഥിക്കും, എനിക്ക് ദൈവം എന്തെങ്കിലും തരുവാണെങ്കിൽ ഞാൻ ചെയ്യും. ചില സന്ദർഭത്തിൽ ദൈവം ഒന്നും ചെയ്യാറില്ല. പക്ഷേ എന്നോട് ദൈവം പറയും, നിനക്ക് ഇപ്പം ബുദ്ധിമുട്ടില്ല, നിന്റെ കയ്യിൽ ഇപ്പം ഇരിപ്പുണ്ടല്ലോ, നീ അതിൽ നിന്ന് അത്രയും കൂടെ കൊടുത്താലും നിനക്ക് തൽക്കാലം പ്രശ്നമൊന്നുമില്ല, ഞാൻ നടത്തിക്കോളാം, നിന്നെ ഒന്ന് ഞാൻ നോക്കുക എന്ന് കർത്താവ് പറയുന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ പഠിച്ചിരിക്കാറില്ല. സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, ആത്മാവിൻ്റെ സ്വരത്തിന് നമ്മളിങ്ങനെ ചെവി കേൾപ്പിച്ചു കൊടുക്കണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ ദൂതുകൾ മാത്രം കേട്ടിട്ട് തല ഇങ്ങനെ കുമ്പിട്ടിരിക്കുന്നത് മാത്രമല്ല, ദൈവശബ്ദം അകത്തുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങളിൽ പറയുന്നില്ലേ, ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, അങ്ങനെ എഴുതിക്കുന്നത് അല്ലേ? സഹോദരന്മാരെ, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധതയുള്ള യാഗങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പം മനസ്സിങ്ങനെ പുതുക്കും, അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അത് മരണം വരെ തുടരണം. അപ്പം മനസ്സിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുമ്പം ദൈവശബ്ദം കേൾക്കാം. ദൈവഹിതത്തിന്റെ പ്രത്യേകത നന്മയും പ്രസാദവും പൂർണ്ണതയുള്ളതാണ്. അത് നന്മയുള്ളതാണ്, അത് ദൈവപ്രസാദമുള്ളതാണ്, അത് പെർഫെക്റ്റ് ആണ്. ദൈവത്തിൻ്റെ ഹിതം പെർഫെക്റ്റാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കർത്താവ് സംസാരിക്കും. അത് ദൈവഹിതമാണോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉറപ്പ് തരും. അല്ലെങ്കിൽ കർത്താവ് അതിനോട് വചനം തരണം, അല്ലെങ്കിൽ ആരിനോട് സംസാരിക്കണം. കർത്താവ് അതൊക്കെ ചെയ്യും. കർത്താവ് അങ്ങനെ ചെയ്യും. ചില സന്ദർഭത്തിൽ ഞാൻ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഞാൻ കർത്താവിന് പറയും, കർത്താവ് ഇങ്ങനൊരു തെളിവ് എനിക്ക് വേണം. കർത്താവ് തരാറുണ്ട്. അപ്പം എനിക്കത് ഉറപ്പായി. പിന്നെ ഞാൻ കർത്താവ് അങ്ങനെടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്യാതിരുന്നാലും ഞാൻ പിന്നെ കള്ളത്തരം കാണിക്കില്ല, അത് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കും, ദൈവം പറഞ്ഞു. അല്ലാതെ ദൈവം ഇങ്ങനെ വന്നിങ്ങനെ ടി വിയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ മുമ്പിൽ വന്ന് ഒരു പ്രത്യേക കാര്യം ഡയറക്ഷനിലൊക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ മോനെ എന്നൊന്നും പറയില്ല. ഇല്ലാന്ന് നീന്തത്തെ പറയുന്നില്ല. പക്ഷേ 199% അങ്ങനെ ഇല്ല.
കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ, പരിശുദ്ധാത്മാവ്, മഹാദൈവമാകുന്ന ദൈവം ആ പരിശുദ്ധാത്മാവായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ചില സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമ്മുടെ ചെവി മുഴങ്ങും. നിങ്ങൾ വഴി നിൽക്കുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളൂ എന്നൊരു ശബ്ദം പിൻപിൽ കേൾക്കുമെന്ന് അതേ യെശയ്യാപ്രവചനം 30:20 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കേൾക്കും. നമ്മൾ പറയും ഇങ്ങനെ ചെയ്യേ എന്നൊരു സൗണ്ട്. നമ്മൾ ആരാ സംസാരിച്ചേ അറിയത്തില്ല, കേൾക്കാം. ചില സന്ദർഭത്തിൽ മനസ്സിനകത്തുനിന്ന്, ചില സന്ദർഭത്തിൽ വചനം എടുത്ത് അങ്ങോട്ട് വായിക്കുമ്പോൾ വചനത്തിനകത്തുനിന്ന്, ചില സന്ദർഭത്തിൽ ദർശനം അല്ലെങ്കിൽ സ്വപ്നം, ചില സന്ദർഭത്തിൽ ചില സുവിശേഷഭാവയോഗത്തിന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ദാസൻ പറയുന്ന ഒരു കാര്യം നമ്മളോടാകുമ്പോൾ പുള്ളിക്ക് പോലും അറിയത്തില്ല, പക്ഷേ നമുക്ക് മനസ്സിലായി എന്നോടാ പറഞ്ഞു. ഞാൻ ദൈവത്തിനും പറയുന്ന സമയത്ത് ചില ആളുകളൊന്നും വേറെ എന്നോടാ പറഞ്ഞു. ഞാൻ പറയും, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞു. പലരും അങ്ങനെ പറയുന്ന അനുഭവങ്ങളുണ്ടല്ലോ അല്ലേ. ഞാൻ അങ്ങനെ പ്രവാചകനൊന്നുമല്ല, പക്ഷെ ഞാൻ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ചില ആളുകൾ എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നോടാ പറഞ്ഞു. എനിക്കും അനുഭവമുണ്ട്, എന്നോടാ പറഞ്ഞത്. ആ ആള് പറഞ്ഞു പോലും കാണത്തില്ല. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ദൈവത്തിന് അങ്ങ് പറഞ്ഞാൽ മതി. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കേൾക്കേണ്ട ആളുടെ ഹൃദയത്തോട് ദൈവം അങ്ങ് കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കും. ഇപ്പൊ ഞാനിത് ഫേസ്ബുക്ക് ലൈവായിട്ടൊന്ന് പറയുക, പക്ഷെ ഇത് കേൾക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഏതോ വ്യക്തി ഉണ്ട്, അവർ ഹൃദയത്തിലോട്ട് അങ്ങ് എത്തിച്ചു കൊടുക്കും. വിഷയത്തിലേക്ക് വരട്ടെ, സമയം അധികം പോവുകയാണല്ലോ. അപ്പൊ നോക്കുക, ഇവര് 7 പേരും കൂടെ മീൻ പിടിക്കാൻ. അതായത് പത്രോസ് ആദ്യം പറയാം ഞാൻ മീൻ പിടിക്കാൻ പോവാം. മറ്റവരിത് കേൾക്കാതിരിക്കാൻ 6 പേര് കോറസ് പോലെ പറഞ്ഞു ഞങ്ങളും വരും. അതെല്ലാവർക്കും ഒറ്റ കാര്യം, കർത്താവിനോട് എന്ത് പറയും, കർത്താവ് എന്ത് ചിന്തിക്കും. പക്ഷെ ഇപ്പം കർത്താവ് എന്നുള്ളത് 2ാം സ്ഥാനമായിട്ട് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ. കർത്താവിൻ്റെ ഉപദേശങ്ങൾ നല്ലതാ, കർത്താവിൻ്റെ ശിഷ്യത്വം നല്ലതായിരുന്നു, പക്ഷെ അങ്ങ് ഉയർത്തെഴുന്നേറ്റിപ്പം പിതാവിൻ്റെ അടുത്തോട്ട് പാനായിട്ടൊക്കെ നിൽക്കുക, വല്ലപ്പോഴും വരുന്നു. ഞങ്ങൾക്ക് മനുഷ്യരാ, ഞങ്ങൾ ഈ ഭൂമി ജീവിക്കേണ്ടവരാ, ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ല, കർത്താവേ ഞങ്ങൾ ഇറങ്ങുകയാണേ എന്നും പറഞ്ഞ 7 പേരുടെ ആ പടയിൽ പോയി. പക്ഷേ അവർക്കൊന്നും കിട്ടിയില്ല.